കർപ്പൂരി തക്കൂറിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ അതൊരു ജാതീയമായിട്ടുള്ള ഒരു ചെറിയ സൂത്രപ്പണിയുടെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. എങ്ങനെയാണ് സലിം മടവൂറിനത് പറയാൻ സാധിക്കുന്നത്? 1977 മുതൽ 1979 വരെയും 1970 മുതൽ 1971 വരെയും ഒക്കെ ബീഹാറിലെ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തെ ഇത്ര കാലം സലിം മടവൂറിൻ്റെ പാർട്ടിയോടെ ഭരിക്കുന്നുണ്ടായിരുന്നില്ലേ? കോൺഗ്രസ് അവിടെ ഉണ്ടായിരുന്നില്ലേ? അവരൊന്നും കോൺഗ്രസ് കേന്ദ്രത്തിലുണ്ടായിരുന്നില്ലേ? ഇവരൊന്നും അംഗീകരിച്ചില്ലല്ലോ. ഇവരൊന്നും കൃത്യമായിട്ട് അദ്ദേഹത്തെ അംഗീകരിച്ചോ? എന്നിട്ട് അംഗീകരിച്ച സമയത്ത് അപ്പോൾ അത് ജാതീയത. ഇവരുടെ രാഷ്ട്രീയം എന്താണ്? വികസനമല്ല. ഇത്ര നേരം സലിം മടവൂരോ തെങ്ങും പുളിയോ അവരുടെ വാക്കിൽ നിന്ന് ഒരു വാക്ക് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്തോ? ഇന്ത്യ മഹാരാജ്യത്തിന്റെ വികസനം നടന്നിട്ടില്ല എന്ന് അവർക്ക് പറയാൻ സാധിച്ചോ? അവിടെയാണ് നമ്മുടെ വിജയം. ഇവർ പറയുന്ന ഈ മുന്നണി ഉണ്ടാക്കിയത് എങ്ങനെയാ? ഇവിടെ നടക്കുന്ന അധികാര സംവിധാനം എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ വികസനങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണോ ഇവർ മുന്നണി ഉണ്ടാക്കിയത്? ആ മുന്നണി ഉണ്ടാക്കാനും ഇവർക്ക് നരേന്ദ്രമോദി വിരോധം ഊട്ടിയുറപ്പിച്ചിട്ട് വേണ്ടി വന്നു. അത് ഇങ്ങനെ ഊതിക്കാച്ചിയിട്ടാണ് ഇവർ ഈ വിരോധം ഉണ്ടാക്കിയിട്ട് ഈ മുന്നണി ഉണ്ടാക്കിയത്. നിങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഉപമുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയായിട്ട് ചാർജ് എടുത്ത വ്യക്തി നിതീഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അധീർ രഞ്ജൻ ചൗധരി എന്ന് പറയപ്പെടുന്ന നിങ്ങളുടെ നേതാവ് മമതാ ബാനർജിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഞാൻ പറഞ്ഞു തരണോ? നിങ്ങളുടെ കോൺഗ്രസ് രാഷ്ട്രീയം ഈ ശിവസേനയെ കുറിച്ച് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ ചരിത്രം ഞങ്ങൾ പറഞ്ഞു തരണോ? AK ആന്റണി ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ വിട്ടുപോയ സമയത്ത് നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം ഞാൻ പാടിത്തരണോ? അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് മുഖ്യമന്ത്രിയായ സമയത്ത് കേരളം ആ വിഷയത്തെ ചർച്ച ചെയ്തോ? രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ് സാർ. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശക്തിയുമില്ല, സ്ഥിരം മിത്രങ്ങളുമില്ല. അത് പ്രായോഗികമായിട്ട് ചില സംവിധാനങ്ങളിൽ ചില ശൈലികളിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അതിൽ നിങ്ങളുടെ രാഷ്ട്രീയം പരാജയപ്പെട്ടാൽ അത് നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ കാഴ്ചപ്പാടില്ലാത്ത നേതാക്കന്മാർ ഉള്ളത് കൊണ്ടെന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് വളരെ വ്യക്തമാണ്. തെങ്ങും പുള്ളി സ്വപ്നം കാണുന്ന രാഷ്ട്രീയമല്ല ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സലിം മടവൂർ വിചാരിക്കുന്നത് പോലെ ജാതീയമായി, വർഗപരമായി, വർണ്ണപരമായിട്ട് വേർതിരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ശൈലിയുമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ നാടിനെ പിന്നോക്കാവസ്ഥയിലാക്കിയ കോൺഗ്രസ് അധികാര രാഷ്ട്രീയം കാലം മേറെയായി നശിപ്പിച്ചത് 10 വർഷം കൊണ്ട് 75% അതിന്റെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നടപ്പിലാക്കിയെടുക്കാൻ ഇനിയുള്ള കാലങ്ങൾ കൂടി BJP അധികാരത്തിൽ വരണം. വികസന സ്വപ്നങ്ങൾക്ക് ഏറ്റവും വലിയ രീതി അവലംബിച്ച രാഷ്ട്രീയ സംവിധാനമാണ് BJP. ഈ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ മഹാരാജ്യത്തിനെ ഏറ്റവും ഒന്നാമതാക്കി വളർത്തിയെടുക്കാനുള്ള പ്രയത്നത്തിലാണ് ഞങ്ങൾ. ആ കാര്യത്തിൽ നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ജോഡോ യാത്ര നടത്തിക്കോ. മിസ്റ്റർ തെങ്ങുംപള്ളി, ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. ജോഡോ യാത്രക്കകത്ത് ആദ്യ ജോഡോ യാത്ര കാശ്മീരിൽ എത്തിയപ്പോ ചേട്ടനും അനിയറ്റും കൂടി മഞ്ഞെറിഞ്ഞ് കളിച്ചില്ലേ? ആ മഞ്ഞെറിഞ്ഞ് കളിക്കാനുള്ള സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിയത് ആദരണീയ നരേന്ദ്രമോദി അധികാര കസേരയിൽ വന്നിരുന്നതിന് ശേഷമാണ് എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് നല്ലത്. മഞ്ഞെറിഞ്ഞ് കളിച്ച രാഹുൽ ഗാന്ധിക്ക് ഓർമ്മയുണ്ട്. ജോഡോ യാത്ര നിങ്ങൾ തുടങ്ങിയത് മുതൽ ഈ നോർത്ത് ഇന്ത്യയിൽ എത്തിയ സമയത്ത് പ്രച്ഛന്ന വേഷം നടത്തിയ രാഷ്ട്രീയ പാർട്ടിയിലെ നിങ്ങൾ വിളിച്ച ഹിന്ദു ഭൂരിപക്ഷം വരുന്ന സ്ഥലത്ത് ആ രീതിയിൽ, ക്രിസ്ത്യൻ ഭൂരിപക്ഷം വരുന്ന സ്ഥലത്ത് ആ രീതിയിൽ സന്യാസിയാകുന്നു, പൂജ നടത്തുന്നു, വൻ പരാജയമായിരുന്നുവെന്ന് അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കി മിസ്റ്റർ കോൺഗ്രസ് സംഘടനയുടെ ഞങ്ങൾക്ക് ആവശ്യമില്ല. സലിം മടവൂരിന്റെ പാർട്ടിയുടെ ഒരു വക്കാലത്തും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആദരണീയ നരേന്ദ്രമോദിയും BJP സർക്കാരും ഈ നാട്ടിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാലം ഇനിയും അത് തന്നെ ആവർത്തിക്കപ്പെടും. അന്നും തെങ്ങുംപുള്ളി ഉണ്ടാകും ഈ കരച്ചിലുമായി, അന്ന് സലിം മടവൂർ ഉണ്ടാവും ലെൻസുമായി. ജാതി ഏതാണ്, മതമേതാണ്, വർഗമേതാണ്, വർണ്ണമേതാണെന്ന് നോക്കാൻ ഈ സലിം മടവൂർ ഉണ്ടാവും. ജാതി നോക്കി നടന്നോ, നിങ്ങൾ മതം നോക്കി നടന്നോ, നിങ്ങൾ തമ്മിൽ തല്ലിച്ചോ, നിങ്ങൾ വർഗ വിവേചനം ഉണ്ടാക്കിക്കോ, നിങ്ങൾ വർഗീയത വളർത്തിക്കോ. ഭാരതീയ ജനതാ പാർട്ടിയും ഈ ആദരണീയ നരേന്ദ്രമോദിയും ഈ ഭാരതത്തിന്റെ വളർന്നു വരുന്ന സങ്കല്പങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് വികസന രാജ്യം ഉണ്ടാക്കാനുള്ള പ്രയത്നത്തിലാണ്. നിങ്ങൾ ജാതി മതമായി പോയിക്കോ, തെങ്ങുംപുള്ളി മതപരമായി നീങ്ങിക്കോ. ഞങ്ങൾ വികസനമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതനുസരിച്ചാണ് ഞങ്ങളുടെ യാത്രയും. ആ യാത്രയ്ക്ക് തടസ്സം നിൽക്കാൻ മാത്രമുള്ള പ്രാപ്തി ബഹുമാനായ തെങ്ങുംപുള്ളി നിങ്ങളുടെ പാർട്ടിക്കില്ല. സലീം മടവൂരിന്റെ പാർട്ടിക്കും ജനിച്ചപ്പോൾ വികസന നേട്ടങ്ങൾ തന്നെയാണെന്നാണ് ഉല്ലാസ് ബാബു പറയുന്നത്.